വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, മാതാപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ, ഏവർക്കും സ്നേഹ അഭിവാദ്യം. ഞാൻ വിദേശ പോസ്റ്റിംഗ് പോയ അവസരത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഞാൻ താമസിച്ചത് UAE. അവിടെയുള്ള സർക്കാർ തന്നെ വാഹനം വീടുകളിലേക്ക് അയച്ച് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോകും. അവരെ സ്കൂളിൽ കൊണ്ടുപോയി ഭക്ഷണമൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട, എല്ലാ കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യും. അവർ മെഡിക്കൽ, അവർക്ക് ആവശ്യമായ ആഴ്ചയിലുള്ള റേഷൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നൽകും. അത് കണ്ടപ്പോൾ ഞാൻ കൊതിച്ചിരുന്നു, നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചതാണ്. എൻ്റെ നാട്ടിൽ വന്നപ്പോൾ അത് നമ്മുടെ നാട്ടിലും ആരംഭിച്ചു എന്നത് സന്തോഷകരമായി തോന്നിയൊരു വസ്തുതയാണ്. ഇന്ന് പലപ്പോഴും പല വീടുകളുടെയും അകത്തളങ്ങളിൽ ഒതുക്കി ഇടുന്ന ഒരു കാഴ്ചയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ നമ്മൾ മനോഹരമായ പേരുകളിടും, ചിത്രശലഭങ്ങൾ എന്നൊക്കെ പേരിടും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയ ആളുകളാണെന്ന് പലപ്പോഴും ചിന്തിക്കും. എന്നാൽ ഈ പ്രിയപ്പെട്ട കൂട്ടുകാർ വ്യത്യസ്ത കഴിവുകൾ ഉള്ളവരായിരിക്കുമ്പോൾ തന്നെ അവരനുഭവിക്കുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്, അവരുടെ വീട്ടുകാരനുഭവിക്കുന്ന ട്രോമയുണ്ട്. നമുക്ക് പലതും പറയാൻ എളുപ്പമാണ്. പക്ഷേ അകത്തളങ്ങളിൽ ഒതുക്കിയിടേണ്ടവരല്ല, പിന്നെയോ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടവരാണ്, ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പ്രിയപ്പെട്ട തോമസ് മോളച്ചനും ലിജു ആലുള്ള സാറുമൊക്കെ പ്രാരംഭമായി പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പൊതുവിലൊക്കെ കാണുമ്പം വലിയ സന്തോഷത്തിലൊക്കെ പിടിക്കും. പക്ഷേ നമ്മുടെ ഒരു വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള നമ്മുടെ കൂട്ടുകാരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ഒരു 10 പേര് നിൽക്കുന്ന ഒരു സമൂഹത്തിലെല്ലാം ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരാൾ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? അവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇന്നൊരു മത്സര രംഗത്താണ് എല്ലാവരും ജീവിക്കുന്നത്. പള്ളികളിൽ പോലും മത്സരങ്ങളാണ്, സമ്മാനങ്ങളും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള മത്സരങ്ങളാണ് എല്ലാവരും. പള്ളികളിൽ പോലും ഫുൾ A+ മേടിച്ചവരെ മാത്രം ആദരിക്കുകയും തോറ്റുപോയവരെ വിട്ടുകളയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോ കുരുവിക്കൊരു നാളിലൊരു മോഹം, ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, പറക്കണം പറന്നുയരണം, പാറി പറന്നു പറന്നു പോകണം, പറക്കണം പറന്നുയരണം, പാറി പറന്നു പറന്നു പോകണം. സൃഷ്ടിതാവം ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു, സൃഷ്ടിതാവം ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു, പറക്കണം പറന്നുയരണം, പാറി പറന്നു പറന്നു പോകണം, പറക്കണം പറന്നുയരണം, പാറി പറന്നു പറന്നു പോകണം. ദൈവത്തിൻ കരുണയാൽ പുതുചിറവു കിട്ടി കുരുവിക്ക്, ദൈവത്തിൻ കരുണയാൽ പുതുചിറവു കിട്ടി കുരുവിക്ക്, പറക്കുന്നേ പറന്നുയരുന്നേ, പാറി പറന്നു പറന്നു പോകുന്നേ, പറക്കുന്നേ പറന്നുയരുന്നേ, പാറി പറന്നു പറന്നു പോകുന്നേ. കൂടെ പാടാമോ കൂട്ടുകാരെ പാടാമോ? നേരത്തെ ഇവിടെ പാടി കൂട്ടുകാരെ നല്ല പാട്ടായിരുന്നു, ഈശ്വര പ്രാർത്ഥനകളോ, ബ്യൂട്ടിഫുൾ വോയിസ് ആയിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാടാമോ? ഇപ്പൊ പാടിയ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാമോ? ഞാൻ പറഞ്ഞുതരാം. ചിറകൊടിഞ്ഞ കുരുവിക്ക് ഒരു നാളിൽ ഒരു മോഹം, ചിറകൊടിഞ്ഞ കുരുവിക്ക് ഒരു നാളിൽ ഒരു മോഹം, പറക്കണം പറന്നുയരണം, പാറി പറന്നു പറന്നു പോകണം. കിട്ടിയോ? അത്രയും നമുക്ക് അത്രയും പാടി നോക്കാം. സാറേ ഒരു മിനിറ്റ് എടുത്തോട്ടെ, നമുക്ക് അത്രയും പാടി നോക്കാമേ. ഓക്കെ, റെഡി? 1 2 3 4. ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം. പാടി നിങ്ങൾ കൂടെ പാടണം. കൊള്ളാം, ഇച്ചിരി കൂടെ ശബ്ദം എടുത്താൽ മതിയെ. ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, പറക്കണം പറന്നുയരണം, പാറി പറന്നു പറന്നു പോകണം, പറക്കണം പറന്നുയരണം, പാറി പറന്നു പറന്നു പോകണം.
നമുക്ക് ഒരുമിച്ച് പാടിയിട്ട് അവസാനിപ്പിക്കാം. ഇവർക്കെല്ലാം ഇനി പറയാനുണ്ട്, ഞാൻ മാത്രം പറഞ്ഞു നിന്നാ പോരാണ്ട്. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ വരുമ്പോൾ ഇതിന്റെ ആക്ഷൻ പഠിപ്പിക്കാമേ. ഇതിന്റെ ആക്ഷൻ കൂടെ നമുക്ക് ഒരുമിച്ച്, നമുക്ക് കൂട്ടുകാർക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ പ്രസിഡന്റുമാർക്കും വാർഡർമാർക്കും ഒക്കെ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് അവരെ നമുക്ക് വിടണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി. ഓക്കെ, 3, 4. ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, പറക്കണം പറന്നുയരണം പാറി പറന്നു പറന്നു പോകണം. ചിറകൊടിഞ്ഞിരിക്കണമേ. പറക്കണം പറന്നുയരണം പാറി പറന്നു പറന്നു പോകണം. സൃഷ്ടിതാവൻ ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു, സൃഷ്ടിതാവൻ ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു. പറക്കണം പറന്നുയരണം പാറി പറന്നു പറന്നു പോകണം, പറക്കണം പറന്നുയരണം പാറി പറന്നു പറന്നു പോകണം. ദൈവത്തിൻ കരുണയാൽ പുതുചിറകു കിട്ടി കുരുവിക്ക്, ദൈവത്തിൻ കരുണയാൽ പുതുചിറകു കിട്ടി കുരുവിക്ക്. പറക്കുന്നേ പറന്നുയരുന്നേ പാറി പറന്നു പറന്നു പോകുന്നേ, പറക്കുന്നേ പറന്നുയരുന്നേ പാറി പറന്നു പറന്നു പോകുന്നേ. ഇത്രയും നേരം ക്ഷമയോടെ ശ്രമിച്ച നിങ്ങളോട് സന്തോഷവും സ്നേഹവും കഴിക്കുന്നു. എന്നെ ക്ഷണിച്ച പ്രസിഡന്റിനോട്, ഇവിടുത്തെ വാർഡുകളോടും മറ്റ് അധ്യാപകരോടും ടീച്ചറൊക്കെ വന്നെ ക്ഷണിച്ചായിരുന്നു. എല്ലാവരോടും നന്ദി. ദൈവത്തിലൂടെ ഞാൻ ഇത്രയും താങ്ക് യു. പഞ്ചായത്തായി ഇടവിളക്കൽ പഞ്ചായത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പട്ടത്വ ശുശ്രൂഷയിൽ ദൈവകൃപ കൊണ്ട് പല ഇടങ്ങളിലായിരിക്കാൻ അത് പഠിക്കുന്ന സമയത്ത് തന്നെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ വൈദിക വിദ്യാർത്ഥികൾ, അത് ഞാൻ പഠിച്ചത് കൽക്കട്ട എന്ന് പറയുന്ന ഒളിപ്പിച്ചു. അവര് ഇരിക്കുന്നിടത്ത് തന്നെയാണ് എല്ലാം, അവര് ഒന്നും രണ്ടും എല്ലാം അങ്ങനെ ഇരിക്കുന്ന കസേരയിലും കിടക്കുന്ന കട്ടിലുമാണ്. ഞങ്ങൾ ഇവരുടെ ഈ തുണികളെല്ലാം എടുത്തൊരു ആക്കിക്കൊണ്ടിട്ട് അതിനകത്ത് ഇറങ്ങി നിന്ന് അതെല്ലാം കഴുകി ഇവർക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു മാസം അവിടെ ആയിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ ആരാണ് എന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മൾ എത്ര വാക്കുകൾ കേട്ടാലും മാതാപിതാക്കൾക്ക് അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയത്തെയുണ്ട്. കുഞ്ഞുങ്ങളൊന്നും അത് മനസ്സിലാക്കുന്ന ഒരു പക്ഷിയിലായിരിക്കാം. എന്നാൽ നമ്മൾ ഓർക്കണം, ഇന്നത്തെ ഇപ്പോൾ സ്വാഗതം ചെയ്തതായിട്ടുള്ള ജോലി പറയുകയുണ്ടായി. ആരാണ് തലവേദന മാതാപിതാക്കൾക്ക് തരുന്നത്? ഈ കുഞ്ഞുങ്ങളാണോ, അതോ നോർമൽ എന്ന് പറയുന്ന ആൾക്കാരാണോ മാതാപിതാക്കൾക്ക് തലവേദന തരുന്നത്? ഒരിക്കലും ഈ കുഞ്ഞുങ്ങളല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മാതാവ്, ഒരു പിതാവ് വന്നു. കരയാണ് അമ്മ, മോനെ ഓർത്ത്. മോൻ ഗൾഫിലാണ്. മോനെ ഓർത്ത് കരയുകയാണ്. ഒരപ്പൻ വന്നു, മോനെയും കുടുംബത്തെയും, മോൻ യൂറോപ്പിലാണ്, ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നോർമൽ എന്ന് പറയുന്നവർ അങ്ങ് ആ മക്കളെ ഓർത്താണ് ഇന്ന് മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെക്കാൾ അപ്പുറമായി വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്തത്. ഒരിക്കലും ഇവരെ ഓർത്ത് അതിൻ്റെ 1% പോലും നിങ്ങൾ ദുഃഖിക്കുന്നില്ല. അത്രമാത്രമാണ് നോർമൽ എന്ന് പറയുന്നവർ ഉണ്ടാക്കി തരുന്ന തലവേദനകൾ. ഒരിക്കൽ ഒരു കുഞ്ഞിനെ